നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരവികസനം സീസൺ കച്ചവടം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ. നേരിയ പരിഹാരമെങ്കിലും ഉണ്ടാകണമെന്ന് വ്യാപാരി സമൂഹം. മൂവാറ്റുപുഴ നഗര റോഡ് വികസനം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വൺ വേ സമ്പ്രദായം കർശനമാക്കും. ഉപറോഡുകളടക്കം 4 പ്രധാന റോഡുകളിലാണ് നിയന്ത്രണം. റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജ് കുട്ടികൾക്കായി നടത്തിയ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 7 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്തു. JLG ഗ്രൂപ്പുകൾക്ക് വാഴവിത്തും മുല്ലത്തൈ വിതരണവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത്. ആരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹൻ ഉദ്ഘാടനം ചെയ്തു. അന്നു ഡെന്റൽ കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ശില്പശാല. മൂവാറ്റുപുഴ ട്രാഫിക് SHO KP സിദ്ദിഖ് ക്ലാസ് എടുത്തു. വാർത്തകൾ വിശദമായി. നഗരവികസന പ്രവർത്തനം നടക്കുന്നതിനിടെ സീസൺ കച്ചവടം കൂടി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ. ഗതാഗത കുരുക്കിനും റോഡിലെ ചെളിക്കും നേരിയ പരിഹാരമെങ്കിലും ഉണ്ടാക്കണമെന്ന് നഗരത്തിലെ വ്യാപാരി സമൂഹം. മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഒരു സീസൺ കച്ചവടം കൂടി നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് മൂവാറ്റുപുഴയിലെ വ്യാപാരി സമൂഹം. നഗരത്തിലെ ഗതാഗതം കൂടുതൽ ദുഷ്കരവും സങ്കീർണവുമായതോടെ വിഷുവിപണിയിലെ കച്ചവടം പ്രതീക്ഷിച്ചിരുന്ന വ്യാപാരികൾ ദുരിതത്തിലാണ്. MC റോഡിൽ ചെളി നിറഞ്ഞതും രാവിലെ മുതൽ ആരംഭിക്കുന്ന ഗതാഗത കുരുക്കും കച്ചവടത്തിന് തിരിച്ചടിയായതായും വ്യാപാരികൾ പറയുന്നു. വസ്ത്രവ്യാപാര രംഗത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന ലഭിക്കാറുള്ള പെരുന്നാൾ കാലത്ത് പോലും ഇക്കുറി കച്ചവടത്തിന് വലിയ മാന്ദ്യമാണ് സംഭവിച്ചത്. നിലവിൽ TB റോഡ് കൂടി പൊളിച്ചതോടെ നഗരത്തിലൂടെയുള്ള ഗതാഗതം വീണ്ടും സ്തംഭിച്ചിരിക്കുകയാണ്. വരുന്ന വിഷു, ഈസ്റ്റർ കച്ചവടങ്ങളും നഷ്ടമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴയിലെ വ്യാപാരികളും മൂവാറ്റുപുഴയിലെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു 2 ആഴ്ച മുമ്പ് മഴയ്ക്കുമ്പോൾ വലിയ പൊടി ശല്യവും ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഒരു കാൽനടയാത്രക്കാർക്ക് വരെ നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ, കാരണം ഫുട്പാത്തുകളില്ല, പല സ്ഥലത്തും സ്ലാബുകൾ ഇട്ടിട്ടില്ല, വലിയ രീതിയിൽ ചെളിയുമായി വന്നുകൊണ്ട് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നടന്നു വരെ പോകാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണിക്കൂറുകളോളം മൂവാറ്റു ടൗണിൽ വലിയ ബ്ലോക്കുകളായിരുന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു പ്ലാനിങ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വികസനത്തിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് ഞങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുന്നത്. പല സ്ഥലങ്ങളിലും പൊളിച്ചിടുകയും അത് വലിയ ശ്രദ്ധയില്ലാത്ത രീതിയിൽ, ഒരു മുന്നൊരുക്കങ്ങളില്ലാത്ത രീതിയിൽ, ഗതാഗത ക്രമീകരണങ്ങളില്ലാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുക മാത്രമേ നടപടി ഇപ്പോൾ നടക്കുന്നുള്ളൂ. പകരം വണ്ടികൾ ഇതിലെ പോകണം എന്നൊരു സംവിധാനം ഇല്ലാത്തത് മൂവാറ്റുപുഴ ടൗണിലെ ഗതാഗതം വലിയ പ്രതിസന്ധിയായി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ഓണവും പെരുന്നാളും മൂവാറ്റുപുഴ ടൗണിൽ കളഞ്ഞു, കഴിഞ്ഞ മാസങ്ങളായിട്ട് കളഞ്ഞു. വരുന്ന ഒരാഴ്ച കഴിഞ്ഞാൽ വിഷുവും ഈസ്റ്ററും മൂവാറ്റുപുഴ ടൗണിലെ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുള്ളതാണ്. പക്ഷേ ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ അവസ്ഥ കണ്ടിട്ട് മൂവാറ്റുപുഴയിലെ വ്യാപാരികളുടെ മനസ്സ് മുഴുവൻ ഇടിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. സീസൺ കച്ചവടമെങ്കിലും നഷ്ടമാകാതെ അടിയന്തരമായി നഗരത്തിലെ ഗതാഗത സ്തംഭനത്തിന് നേരിയ പരിഹാരമെങ്കിലും ഉണ്ടാക്കണമെന്നാണ് നഗരത്തിലെ വ്യാപാരികളുടെ ആവശ്യം. മൂവാറ്റുപുഴ നഗര റോഡ് വികസനം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരത്തിലെ 4 പ്രധാന റോഡുകൾ വൺ വേ സമ്പ്രദായം കർശനമാക്കും. വെള്ളൂർക്കുന്നം മുതൽ PO ജംഗ്ഷൻ വരെ ഒരു ദിശയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. EEC മാർക്കറ്റ് റോഡ്, കാവുമ്പടി റോഡ്, റോട്ടറി റോഡുകളിലും വൺ വേ സംവിധാനം കർശനമാക്കും. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തിയ പരിശീലന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ മുൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ് മുഖ്യാതിഥിയായി. റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തിയ എലിവേറ്റ് വ്യക്തിത്വ വികസന പരിശീലന ക്യാമ്പ് സമാപിച്ചു. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ നടന്നുവന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ മുൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വീട്, നമ്മുടെ മാതാപിതാക്കള് പഠിക്കുന്ന കലാലയം, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളെല്ലാം വ്യത്യസ്തമാണ്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി മഹാത്മാവാകുന്നത് അല്ലെങ്കിൽ കള്ളനാവുന്നത് ഒരിക്കലും അവൻ തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് അവൻ്റെ സാഹചര്യങ്ങളാണ് അവൻ ആ രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം സമൂഹത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും
വ്യക്തിത്വ വികസനത്തിലൊക്കെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട്. 7 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമായി 3 ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നേതൃത്വ പരിശീലനം, പ്രസംഗ പരിശീലനം, ലക്ഷ്യബോധം, വ്യക്തിത്വ വികസനം തുടങ്ങിയ മേഖലകളിൽ പ്രഗത്ഭരായ പരിശീലകർ കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ സെക്രട്ടറി ഡോക്ടർ ജോൺസി മണിത്തോട്ടം, ട്രഷറർ ജെറിൻ ജോർജ്, പരിശീലകരായ അരുൺ ജോസ്, ജെയ്സൺ അറക്കൽ, ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഡോക്ടർ ജോബി ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരക്കുഴ വനിതാ JLG ഗ്രൂപ്പുകൾക്ക് വാഴവിത്തും മുല്ലത്തൈ വിതരണവും നടത്തി. ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലസീത മോഹൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബെസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. അന്നൂർ ഡെന്റൽ കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ മൂവാറ്റുപുഴ ട്രാഫിക് SHO KP സിദ്ദീഖ് ക്ലാസ് നയിച്ചു. മുളവൂർ തൃക്കേപ്പറമ്പിൽ TN മധുവിന്റെ ഭാര്യ KP ബീന നിര്യാതയായി. സംസ്കാരം നടത്തി പരേത റിട്ടയർഡ് അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഉദ്യോഗസ്ഥയായിരുന്നു. മക്കൾ ഗായത്രി, സുമിത്ര, മരുമകൻ അഭിഷേക് മൂവാറ്റുപുഴ തോപ്പിൽ കുടുംബാംഗമാണ്. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ, ഓപ്പോസിറ്റ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്, വൺ വേ ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.